ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടൻ, മികച്ച നടി ഷംല ഹംസ, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമ്മൽ ബോയ്സിന്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 1ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേരളത്തിൽ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെയും മറ്റന്നാളും കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസത്തേക്കാൾ വിലപ്പെട്ട മറ്റൊരു സമ്പത്തുമില്ലെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അറിവിന്റെ ശക്തി സമസ്ത മേഖലകളിലേക്കും വ്യാപിപ്പിക്കണമെന്നും ഇത് സമൂഹത്തിന് കരുത്തായി മാറണമെന്നും കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാധിക്കണം. അവരവർക്ക് വേണ്ടി ജീവിക്കുന്നതിനൊപ്പം സമൂഹത്തിന് വേണ്ടിയും ജീവിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടത്തിനായി ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. For the benefit of the society, in many ways, not only one individual is getting educated, but a character is being built. We are always saying man-making is a must for making a good society, a strong society, a society cares for others. A self-discipline is a must for a good society. The power of knowledge should be spread everywhere so that the power of the society will improve. And today the highest literacy is in one single state, that is our God's own country, Kerala. We appreciate it. സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും കേരളം രാജ്യത്തെ നയിക്കുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്ന് ഉച്ചയോടെ തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി പിന്നീട് വ്യോമമാർഗം കൊല്ലത്തെത്തുകയായിരുന്നു. ഇന്ത്യൻ കയർ കയറ്റുമതി ഫെഡറേഷൻ പ്രതിനിധികളുമായും അദ്ദേഹം കൊല്ലത്ത് കൂടിക്കാഴ്ച നടത്തി. ഇന്ന് രാജ്ഭവനിൽ തങ്ങുന്ന ഉപരാഷ്ട്രപതി നാളെ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തലസ്ഥാന നഗരിയിൽ സുരക്ഷ ശക്തമാക്കി. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യ വികസനം ഏറ്റവും വിജയകരമായ രീതിയിൽ സാധ്യമാക്കിയ രാജ്യമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗവേഷണത്തിനായി രാജ്യം ചെലവഴിക്കുന്ന തുക കഴിഞ്ഞ ദശകത്തിൽ ഇരട്ടിയായി വർദ്ധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എമർജിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നൊവേഷൻ കോൺക്ലേവ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. स्टार्टअप में भी भारत अब दुनिया का तीसरा सबसे बड़ा स्टार्टअप इकोसिस्टम बन गया है. 6000 से अधिक डीप टेक स्टार्टअप्स आज क्लीन एनर्जी, एडवांस मटेरियल्स जैसे क्षेत्रों में काम कर रहे हैं. 1 ലക്ഷം കോടി രൂപയുടെ ഗവേഷണ വികസന നവീകരണ പദ്ധതി ഫണ്ടും പ്രധാനമന്ത്രി ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയ്ക്കും ബഹ്റിനുമിടയിലെ ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും സുസ്ഥിര വളർച്ച നിലനിർത്തുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 5ാമത് ഇന്ത്യ ബഹ്റൈൻ ജോയിന്റ് കമ്മീഷൻ യോഗത്തെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, വാണിജ്യം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി നിക്ഷേപത്തിൽ ഇരു രാജ്യങ്ങളും ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. ബഹ്റിൻ പൌരന്മാരുടെ സന്ദർശനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിസ സംവിധാനം ആരംഭിച്ചതായി പറഞ്ഞ വിദേശകാര്യമന്ത്രി ബഹ്റിനിൽ നിന്നുള്ള നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ബഹ്റിനും ഇന്ത്യയും തമ്മിൽ 5000-ലേറെ വർഷം പഴക്കമുള്ള ചരിത്രപരമായ ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന് ബഹ്റിൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി പറഞ്ഞു. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഷംല ഹംസ മികച്ച നടിയായി. മഞ്ഞുമ്മൽ ബോയ്സാണ് മികച്ച ചിത്രം. ഇതടക്കം 10 പുരസ്കാരങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ് സ്വന്തമാക്കിയത്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച 2ാമത്തെ ചിത്രമായി. പ്രേമലുവാണ് ജനപ്രിയ ചിത്രം. തൃശൂരിൽ മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. മികച്ച നടൻ
മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി. ചിത്രം ഭ്രമയുഗം 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മികച്ച നടി ഷംല ഹംസ. ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ ചിദംബരം. ചിത്രം മഞ്ഞുമൽ ബോയ്സ്. മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിൻ ഷാഹിറും സിദ്ധാർത്ഥ് ഭരതനും പങ്കിട്ടു. ലിജോ മോൾ ജോസ് മികച്ച സ്വഭാവ നടിയായി. മികച്ച അഭിനയത്തിന് ടൊവിനോ തോമസും ആസിഫ് അലിയും ദർശന രാജേന്ദ്രനും ജ്യോതിർമയും ജൂറിയുടെ പ്രത്യേക പരാമർശം നേടി. സംസ്ഥാനത്തെ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെയും മറ്റന്നാളും കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. കഴിഞ്ഞ മാസം 25-ന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത അർഹരായവർക്കാണ് പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അവസരം. പുതുതായി പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി BLOമാർ വീടുകൾ സന്ദർശിച്ച് നാളെ മുതൽ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും. അടുത്ത മാസം 4-ന് മുൻപ് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണം. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. കരട് പട്ടിക സംബന്ധിച്ച പരാതികൾ 2026 ജനുവരി 8-ന് മുൻപ് സമർപ്പിക്കണം. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7-ന് പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ബീഹാറിൽ 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. താരപ്രചാരകരും മുതിർന്ന നേതാക്കളും പ്രചാരണം തുടരുകയാണ്. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഇന്ന് ഭഗൽപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. RJD നേതാവ് തേജസ്വി യാദവ് ഇന്ന് ഭോജ്പൂരിലാണ് പ്രചാരണത്തിനെത്തിയത്. സംസ്ഥാനത്തെ 121 മണ്ഡലങ്ങളിൽ ഈ മാസം 6-നാണ് 1ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 2ാം ഘട്ട വോട്ടെടുപ്പ് 11-നും വോട്ടെണ്ണൽ 14-നും നടക്കും. തൃശൂർ സൈനിക അഭ്യാസവുമായി ബന്ധപ്പെട്ട് കേണൽ സോഫിയ ഖുറേഷിയുടെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ബീഹാർ തെരഞ്ഞെടുപ്പുമായി സൈനികാഭ്യാസത്തെ ബന്ധപ്പെടുത്തിയാണ് വ്യാജ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. ജനങ്ങളിൽ സൈന്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ AI നിർമ്മിത വീഡിയോ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അനിൽ അംബാനിയുടെ 3000 കോടി രൂപയിലധികം മൂല്യമുള്ള 40-ലധികം സ്വത്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് താൽക്കാലികമായി കണ്ടുകെട്ടി. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി. വർക്കലയ്ക്ക് സമീപം ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതു സംബന്ധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് മന്ത്രി നിർദ്ദേശം നൽകി. മദ്യലഹരിയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ കയറിയ ആളാണ് യുവതിയെ ആക്രമിച്ചത്. പ്രതിയെ പിന്നീട് കൊച്ചുവേളിയിൽ വെച്ച് റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളത്തപ്പൻ ഗ്രൌണ്ടിൽ നടക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പിന് കീഴിലെ പബ്ലിക്കേഷൻ ഡിവിഷന്റെ അപൂർവ പുസ്തകങ്ങളുടെ പ്രദർശനം ശ്രദ്ധേയമായി. ഗാന്ധി സാഹിത്യം മുതൽ നിർമ്മിത ബുദ്ധി വരെയുള്ള പുസ്തകങ്ങൾ പബ്ലിക്കേഷൻ ഡിവിഷന്റെ പ്രദർശനത്തിനുണ്ട്. 10 മുതൽ 90% വരെ വിലക്കുറവിലാണ് ഇവ മേളയിൽ വിറ്റഴിക്കുന്നത്. 13 ഭാഷകളിൽ പ്രസിദ്ധപ്പെടുത്തുന്ന മന്ത്രാലയത്തിന്റെ മാസിക യോജനയുടെ വരിക്കാരാകുന്നതിനും ഈ മാസം 10 വരെ നീളുന്ന പുസ്തകോത്സവത്തിൽ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഈ മാസം 7-ന് രാജ്യത്തുടനീളം 1400-ലധികം ഹോക്കി ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഹോക്കിയെക്കുറിച്ച് വ്യാപകമായി അവബോധം സൃഷ്ടിക്കുക, യുവജനങ്ങളെ കായിക രംഗത്തേക്ക് ആകർഷിക്കുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. രാജ്യത്ത് നിലവിൽ വന്ന പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിൽ ഗണ്യമായ നികുതി ഇളവുകൾക്ക് കാരണമായതായി കേന്ദ്ര സർക്കാർ. 1800 CCയിൽ താഴെയുള്ള ട്രാക്ടറുകളുടെ GST 5% കുറച്ചത് ചെറുകിട ഇടത്തരം കർഷകർക്ക് ആശ്വാസമായി. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടൻ, മികച്ച നടി ഷംല ഹംസ, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം മഞ്ഞുമൽ ബോയ്സിന്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 1ാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. കേരളത്തിൽ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിലുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെയും മറ്റന്നാളും കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.